സീറ്റിനു വേണ്ടിയും മണ്ഡലത്തിനു വേണ്ടിയും സ്ഥാനാർത്ഥി മോഹികൾ കടിപിടി കൂടുന്ന ഈ രാഷ്ട്രീയ കാലഘട്ടം. സീറ്റ് കിട്ടാത്തത് കൊണ്ട് ഇടത്തോട്ടും വലത്തോട്ടും നടുക്കോട്ടുമൊക്കെ മറുകണ്ടം ചാടലുകൾ. ഇന്നലെ വരെ തള്ളിപ്പറഞ്ഞവരെ ഇന്ന് തോളിലെടുത്ത് നടക്കൽ, തലയിൽ ചുമന്ന് നടക്കൽ, കാല് കഴുകൽ, വെഴുപ്പലക്കൽ. സ്ഥാനാർത്ഥി മോഹികൾ മണ്ഡലത്തിന് വേണ്ടി അടികൂടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മണ്ഡലങ്ങൾ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അടികൂടുന്നു. അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ കാത്ത് ഒരുപാട് മണ്ഡലങ്ങൾ. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത് അപൂർവമാണ്. ഇത് മറ്റാരെക്കുറിച്ചുമല്ല, ശോഭാ സുരേന്ദ്രനെ കുറിച്ച്. കേരള രാഷ്ട്രീയത്തിലെ BJP രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന താരം, എവിടെ നിന്നാലും വോട്ട് വർദ്ധിപ്പിക്കുന്ന താരം, എവിടെ നിന്നാലും വിജയസാധ്യതയുള്ള വിന്നബിലിറ്റിയുള്ള താരം. ജില്ലാ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളുമൊക്കെ ശോഭാ സുരേന്ദ്രന് പിന്നാലെയാണ്. ഞങ്ങളുടെ മണ്ഡലത്തിലേക്ക് വരണം, ഞങ്ങളുടെ മണ്ഡലത്തിൽ മത്സരിക്കണം, ഇവിടെ നിന്ന് വിജയിക്കണം. ഏറ്റവും കുറഞ്ഞത് 6 മണ്ഡലങ്ങളെങ്കിലും ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം, സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എവിടെ മത്സരിച്ചാലും, ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും വോട്ടിംഗ് ശതമാനം കൂട്ടുന്നതിനുള്ള ശോഭാ സുരേന്ദ്രന്റെ കഴിവ് പ്രസിദ്ധമാണ്. സ്ത്രീകളുടെ അസാമാന്യമായ പിന്തുണയുണ്ട് ശോഭാ സുരേന്ദ്രന്. പാർട്ടി അണികളുടെ വിശ്വാസ്യതയുണ്ട് ശോഭാ സുരേന്ദ്രന്. അതിങ്ങ് തിരുവനന്തപുരത്തായാലും, അങ്ങ് പാലക്കാടായാലും, ആലപ്പുഴയായാലും, അങ്ങ് കാസർഗോഡായാലും ശോഭാ സുരേന്ദ്രനെ വരവേൽക്കാൻ മണ്ഡലങ്ങൾ തയ്യാറാണ്. ഹരിപ്പാട്, ചെങ്ങന്നൂർ, കായംകുളം, അരൂർ, ആലപ്പുഴയിൽ 4 മണ്ഡലങ്ങളാണ് ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം, സ്ഥാനാർത്ഥിത്വം കാത്തിരിക്കുന്നത്. വട്ടിയൂർക്കാവും ശോഭാ സുരേന്ദ്രനെ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴക്കൂട്ടവും അതുപോലെ പാലക്കാടും അണികൾ ശോഭാ സുരേന്ദ്രനെ പ്രതീക്ഷിക്കുന്നു. ഇനി ശോഭാ സുരേന്ദ്രന്റെ അഭിപ്രായം മാത്രം മതി എവിടെ മത്സരിക്കണമെന്നുള്ളത്. BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള തെറ്റലുകൾ പാർട്ടിയെ ഒരുപാട് നോവിച്ചതാണ്. പാർട്ടിയുടെ അണികളെ ഒരുപാട് വിഷമിപ്പിച്ചതാണ്. മുൻപ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നപ്പോഴും വോട്ട് വിഹിതം നന്നായി വർദ്ധിച്ചിരുന്നു. പ്രവർത്തകരെ കയ്യിലെടുക്കാൻ, അനുയായികളെ കയ്യിലെടുക്കാൻ, സ്ത്രീകളെ കയ്യിലെടുക്കാനുള്ള നല്ല വാക്ചാതുര്യം, പാർട്ടിയെക്കുറിച്ച് വിശാലമായ അറിവ്, സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്റെ വാക്ചാതുരി കൊണ്ടുണ്ടാക്കുന്ന ഓളം ചെറുതല്ല. നല്ല വാക്ചാതുരി കൂടിയാവുമ്പോൾ, നല്ല നേതൃത്വ പാഠവും കൂടിയാവുമ്പോൾ തങ്ങളുടെ മണ്ഡലത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തണമെന്ന് ഓരോ പ്രവർത്തകനും ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ താരം ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് BJPയിലും കേരളത്തിലും. ഇപ്പോൾ പുറമേ ഒന്നും കാണിക്കുന്നില്ല എങ്കിലും കേരള നേതാക്കളുടെ ഗുഡ് ലിസ്റ്റിൽ ശോഭാ സുരേന്ദ്രൻ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം അഭിപ്രായം മുഖത്ത് നോക്കി പറയാനുള്ള കഴിവ്, തുറന്നു പറയാനുള്ള കഴിവ്, അത് കേരള BJP നേതാക്കൾക്ക് അസ്വാരസ്യമുണ്ടാക്കുന്നുണ്ട്. കാരണം അഭിപ്രായം മുഖത്ത് നോക്കി പറയാനുള്ള കഴിവ്, അഭിപ്രായം തുറന്നു പറയാനുള്ള കഴിവ് ശോഭാ സുരേന്ദ്രനെ ഗുഡ് ലിസ്റ്റിൽ നിന്നും അല്പം ഇടത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്നാലും പ്രവർത്തകരുടെ മനസ്സിൽ ശോഭാ സുരേന്ദ്രൻ എന്നും ആവേശമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.